Hello friends, welcome back to my channel Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് മഗ് കേക്കിന്റെ ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കെല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് കൂടിയായിരിക്കും. അപ്പോൾ ഈ മഗ് കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ശരി, ഇനി വീഡിയോയിലോട്ട് പോവാം. ഈ മഗ് കേക്ക് ഇവിടെ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു കോഫി കപ്പാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കപ്പ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നതായിരിക്കണം. ഇനി ഈ കപ്പിൽ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മൈദ മാവാണ്. അതിനുശേഷം ഞാൻ 1 സ്പൂൺ പൗഡർ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ മിക്സ്ചർ ഇവിടെ ആദ്യം തയ്യാറാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വെറ്റ് മിക്സ്ചർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആയിട്ട് വരണം, ഒരു കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഉണ്ടാവണം. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 2 ടീസ്പൂൺ പൗഡർ ഷുഗർ എക്സ്ട്രാ ഇട്ടാൽ മതിയാവും. ഇനി ഞാൻ ഇതിലോട്ട് ഉരുക്കിയ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ 1 ടീസ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 3 ഡ്രോപ്സ് വിനാഗിരിയും 4 ഡ്രോപ്സ് വാനില എസൻസും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ചിലപ്പോൾ ഇത് കട്ടിയാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് പാല് അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മളുടെ ഒരു സിൽക്കി ടെക്സ്ചർ വരുന്നതിനനുസരിച്ച് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ആയിട്ട് നമുക്കിതിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സിൽക്കി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരും. കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ല സിൽക്കി ടെക്സ്ചറായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഡയറി മിൽക്കോ അതുപോലുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൈക്രോവേവ് ഓവനിൽ വെച്ച് കൊടുക്കാം. വെറും 2 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളുടെ ഈ കേക്ക് ഇവിടെ ഇങ്ങനെ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ചോക്ലേറ്റിൻ്റെ മണവും ഉണ്ടാവും ഇതിങ്ങനെ ബേക്കായി വരുന്ന സമയത്ത്. സോ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയായിരിക്കും. നമ്മൾ കോഫി മഗ്ഗിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അത് നല്ലപോലെ ഇഷ്ടമാവും. ഒരെണ്ണം കഴിച്ചാൽ നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് ഫീൽ ആവും ചെയ്യും. ഇനിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഈ ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ ഇരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.